ഹലോ, എല്ലാവർക്കും മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു പൊട്ടറ്റോ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ഒരു 5-6 വെണ്ടയ്ക്ക, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തേക്കുന്നത്. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും തക്കാളിയും അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണോളം മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒപ്പം 1 സ്പൂണ് ഗരം മസാല ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലേൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിനെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളം ഒരിക്കലും ചേർക്കരുത്. ഇതിൽ നന്നായിട്ട് മൂടി വെച്ച് ആ ആവിയിൽ നന്നായിട്ടിത് വെന്ത് വന്നോളും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചോറിന് അടിപൊളി സൈഡ് ഡിഷാണ്. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.